തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാക്കാമെന്നാണ് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കരുതിയിരിക്കുന്നത്. ഇന്നലെ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയെ ആ അർത്ഥത്തിൽ വേണം നോക്കിക്കാണാൻ. ഇറാൻ യുദ്ധം കഴിഞ്ഞാൽ അടുത്ത സൈനിക നടപടി ലക്ഷ്യം വെക്കുന്നത് ആരെയായിരിക്കുമെന്ന് ട്രംപ് സൂചന നൽകിയിരിക്കുകയാണ്. അടുത്തത് ക്യൂബയാണ് തന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് ഇന്നലെ ഒരു പൊതുവേദിയിൽ പറഞ്ഞത്. ക്യൂബയെ ആക്രമിച്ച് കീഴടക്കി അവിടെ മറ്റൊരു ഭരണകൂടം സ്ഥാപിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് സമയത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂവെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാനിലും തങ്ങളുടേതായ ഒരു പാവ ഗവൺമെന്റിനെ സ്ഥാപിക്കുന്നതിനാണ് ലക്ഷം കോടികൾ ചിലവഴിച്ചുള്ള ഈ യുദ്ധം ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടെ ആ രാജ്യത്തിന്റെ പതനം പൂർണ്ണമാകുമത്രേ. തങ്ങൾക്ക് മുകളിൽ മറ്റൊരു രാജ്യം ഉണ്ടാകരുത് എന്നും എല്ലാം തന്റെ കാൽ കീഴിലായിരിക്കണമെന്നുമുള്ള നിർബന്ധ ബുദ്ധിയാണ് ട്രംപിന്റേത്. ഇറാനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ശത്രുവിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് തുടരുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഒരാഴ്ചയായി തുടരുന്ന യുദ്ധത്തിൽ ഇറാന്റെ സൈനിക ശേഷി വളരെയധികം തകർന്നതായി ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാന് വ്യോമസേനയോ വ്യോമ പ്രതിരോധമോ ഇല്ല. ഇപ്പോൾ നാവികസേന നശിപ്പിക്കപ്പെട്ടു. 3 ദിവസത്തിനുള്ളിൽ ഇറാന്റെ 24 കപ്പലുകൾ US തുടച്ചു നീക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനിയൻ നേതാക്കൾ ഇപ്പോൾ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ നിങ്ങൾ വൈകിപ്പോയെന്ന് താൻ മറുപടി നൽകിയിട്ടുണ്ട് എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ചർച്ചയ്ക്കായി ഇറ്റലി വഴി മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ച ട്രംപിന്റെ ക്ഷണം ഇറാൻ നിരസിച്ചതായാണ് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ റെഡ് ലൈൻ മറികടന്നുവെന്നും ഇനി വരാനുള്ളത് അനുഭവിക്കുക എന്നുമാണ് ഇറാൻ അമേരിക്കയോടും ട്രംപിനോടും പറഞ്ഞിട്ടുള്ളത് എന്ന് ചില വിദേശ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല എന്ന റിപ്പോർട്ടുകൾ ശക്തവുമാണ്. അതിനിടെ യുദ്ധം 7ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇസ്രായേലിനെതിരെ ശക്തമായി ഇറാൻ തിരിച്ചടിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ വ്യാപക നാശനഷ്ടങ്ങളും മരണങ്ങളും സംഭവിക്കുമ്പോൾ തന്നെയാണ് ടെൽ അവീവ് ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായതും വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായും അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടെൽ അവീവിന്റെ വടക്കൻ നഗരമായ നദാനിയയിലും റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങൾ പരിശോധിച്ചുവെന്നും എന്നാൽ ആൾനാശമുണ്ടായതായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുമാണ് ഇസ്രായേൽ എമർജൻസി സർവീസ് അറിയിച്ചത്. മധ്യ ഇസ്രായേലിൽ വീണ മിസൈൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയാണ് എന്നും സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണ് എന്നും ഇസ്രായേൽ പോലീസും വ്യക്തമാക്കിയതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ള കൂടി ഇസ്രായേലിനെതിരെ തിരിഞ്ഞതും ഇസ്രായേലിന് തലവേദനയായി മാറിയിരിക്കുകയാണ്. ഖമേനിയുടെ കൊലപാതകത്തിന് പകരം ചെയ്യുമെന്നും ഇറാന് വേണ്ടി പോരാടും എന്നുമാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിൽ കനത്ത ആക്രമണം ഉണ്ടായത്. അതിനുശേഷം എന്നാൽ ഹിസ്ബുള്ളക്കെതിരെയും വ്യാപക ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ കനത്ത നാശമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കം ലോകത്തെ ആശങ്കയിലാക്കുമ്പോൾ യുദ്ധത്തിന്റെ ഭീമമായ സാമ്പത്തിക ബാധ്യതയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ മാത്രം അമേരിക്ക ഏകദേശം $779 മില്യൺ, ഏകദേശം 7173 കോടി രൂപ ചെലവാക്കിയതായാണ് റിപ്പോർട്ടുകൾ. സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രത്യാഘാതവും ഇപ്പോൾ നേരിടുകയാണ്. ഇപ്പോൾ തന്നെ യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധം ശക്തവുമാണ്. രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്ന യുദ്ധം ട്രംപിനെ കുരുക്കിലാക്കുമെന്നാണ് വിദഗ്ധരും പറയുന്നത്. ഇതിനിടെ ദക്ഷിണ ഇറാനിലെ എലമെന്ററി സ്കൂളിൽ ബോംബിട്ട് തകർത്ത് സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികളടക്കം 175 പേരെ കൂട്ടക്കൊല നടത്തിയതിന് പിന്നിൽ അമേരിക്കയാണ് എന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുമുണ്ട്. ന്യൂയോർക്ക് ടൈംസ് നടത്തിയ അന്വേഷണത്തിൽ സ്കൂൾ ആക്രമിച്ചത് അമേരിക്ക തന്നെയാണ് എന്നാണ് വ്യക്തമായത്. സ്കൂളിനടുത്ത് ഒരു നാവിക താവളമുണ്ട്. 2013 ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഈ സ്കൂൾ ഒരു കാലത്ത് നാവിക താവളത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ 2016 ഉപഗ്രഹ ചിത്രങ്ങളിൽ സ്കൂൾ കെട്ടിടം വേർതിരിക്കപ്പെട്ടതായി കണ്ടെത്തി. അമേരിക്ക നാവിക താവളത്തിന് നേരെ നടത്തിയ ആക്രമണമാണ് സ്കൂളിൽ പതിച്ചത്. സംഭവം നടന്ന് ആദ്യ 4 ദിവസം അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല. എന്നാൽ 5ാം നാൾ അമേരിക്ക തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി. ഇങ്ങനെയൊരു ആക്രമണം നടന്നതായി അറിയില്ല എന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറയുകയും ചെയ്തു. സ്കൂൾ ആക്രമിച്ച വിവരം തങ്ങളുടെ അറിവിലില്ല എന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് കാരലിൻ ലീവിറ്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആ മേഖലയിൽ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഇസ്രായേലും നിലപാടെടുത്തു. അതോടെ പഴി ഇറാനുമേലായി. ഇറാന്റെ മിസൈൽ ലക്ഷ്യം തെറ്റിയാണ് സ്കൂൾ തകർന്നത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പോലും പ്രചാരണം. ഇറാനെതിരെ വലിയ പ്രതിഷേധവുമുണ്ടായി. ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ കഴിയാത്തതും പുറത്തുനിന്നുള്ള മാധ്യമ പ്രവർത്തകർക്ക് അവിടെ എത്താൻ സാധിക്കാത്തതും ഇതിന്റെ ദുരൂഹതയും വർദ്ധിപ്പിച്ചു.
ഇതേ തുടർന്നാണ് ന്യൂയോർക്ക് ടൈംസ് അന്വേഷണം ആരംഭിച്ചത്. പുതുതായി പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങൾ, വെരിഫൈഡ് വീഡിയോകൾ, US രേഖകൾ, ഔദ്യോഗിക വിശദീകരണങ്ങൾ, വിദഗ്ധാഭിപ്രായം എന്നിവ പരിശോധിച്ചപ്പോഴാണ് സത്യം പുറത്തുവന്നത്. സ്കൂൾ തകർത്തത് അമേരിക്കയാണ് എന്ന് തെളിവ് സഹിതം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. നാവികത്താവളത്തിന് നേരെയുള്ള പ്രിസിഷൻ ആക്രമണത്തിനിടയിലാണ് സ്കൂളും ആക്രമിക്കപ്പെട്ടത്. പുറത്തുവന്ന ആദ്യ വീഡിയോകൾ, ദൃക്സാക്ഷികൾ പകർത്തിയ ദൃശ്യങ്ങൾ എന്നിവ പരിശോധിച്ചപ്പോൾ നാവികത്താവളവും സ്കൂളും ആക്രമിക്കപ്പെട്ടത് ഒരേ സമയത്താണ് എന്ന് വ്യക്തമായി. ജിയോ ലൊക്കേഷൻ വിദഗ്ധർ പരിശോധിച്ച ഒരു വീഡിയോയിലും താവളത്തിന്റെ കവാടത്തിലൂടെ പോയ ഒരു വാഹനയാത്രികൻ പകർത്തിയ വീഡിയോയിലും ഇക്കാര്യം വ്യക്തവുമാണ് എന്ന് വിവിധ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മിയാമിൽ നടന്ന ഒരു പരിപാടിയിലാണ് ട്രംപ് ക്യൂബൻ അധിനിവേശത്തെക്കുറിച്ച് സൂചന നൽകിയത്. ക്യൂബയിൽ നടക്കുന്നത് അത്ഭുതകരമായ കാര്യങ്ങളാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്റെ ഇടപെടൽ വേണമെന്ന് ക്യൂബ ആഗ്രഹിക്കുന്നു. താനുമായി ചർച്ചയ്ക്ക് ക്യൂബ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം ഇറാൻ യുദ്ധം പൂർത്തിയാക്കുകയാണ് തന്റെ ലക്ഷ്യം. അതിനുശേഷം ക്യൂബയിലേക്ക് ശ്രദ്ധ തിരിക്കും. അമേരിക്കയിലെ മിയാമിയിൽ ക്യൂബൻ പാരമ്പര്യമുള്ള നിരവധി ആളുകളുണ്ട്. അവരോടായി നിങ്ങളും മറ്റു നിരവധി ആളുകളും ക്യൂബയിലേക്ക് മടങ്ങാൻ പോകുകയാണ് എന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ക്യൂബയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയെത്തിയവരെ തിരികെ ക്യൂബയിലേക്ക് അയക്കുമെന്നും കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ക്യൂബ അമേരിക്കയുമായി ചർച്ച ആഗ്രഹിക്കുന്നുണ്ട് എന്ന ട്രംപിന്റെ വാക്കുകളും ഒരു സൂചനയാണ്. ഇറാനിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപും പലകുറി ചർച്ചയ്ക്ക് ഇറാനിൽ സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചത്. അതായത് ചർച്ചകൾക്ക് തയ്യാറാകാത്തതുകൊണ്ട് ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ഒരുപക്ഷെ ക്യൂബയിലും സമാനമായ പദ്ധതിയായിരിക്കും ട്രംപ് തയ്യാറാക്കുന്നുണ്ടാകുക. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ചകളിലാണ് ആദ്യം അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയത്. 2025 പുതിയ ആണവ കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അമേരിക്കയും ഇറാനും നടത്തിയിരുന്നു. ഇതിനിടയിലാണ് 2025 ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനിടെ അമേരിക്കയും ഇസ്രായേലിനൊപ്പം ചേർന്ന് ആക്രമിച്ചതോടെ ഇറാൻ ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറി. 2025 അവസാനത്തോടെ ഇറാനിൽ ഭരണകൂട വിരുദ്ധ ജനകീയ പ്രക്ഷോഭം അലയടിക്കാൻ തുടങ്ങി. വിലക്കയറ്റത്തിനും കറൻസി വിലയിടിവിനും അവശ്യ സാധന ലഭ്യത കുറഞ്ഞതിനും എതിരെയായിരുന്നു ഈ യുദ്ധം. ആണവ പദ്ധതിയുടെ പേരിൽ അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ടാണ് ഇറാനിൽ പ്രതിസന്ധി രൂക്ഷമായത്. പിന്നീട് ഇതിന്റെ പേരിൽ പ്രക്ഷോഭകരെ ഇളക്കിവിട്ടും അമേരിക്കയും ഇസ്രയേലും ചേർന്നാണ് എന്ന് ഇതിനിടയ്ക്ക് ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും പ്രക്ഷോഭത്തിന്റെ പേരിൽ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിന്റെ പേരിൽ അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തി. പ്രക്ഷോഭം അടിച്ചമർത്തിയാൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പലും ഇറാൻ ലക്ഷ്യമാക്കി അയച്ചു. പിന്നീടാണ് ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ചകൾക്കായി അമേരിക്ക ഇറാനിൽ സമ്മർദ്ദം ചെലുത്തിയത്. ആണവ പദ്ധതിയിൽ ഒത്തുതീർപ്പിന് തയ്യാറായില്ലെങ്കിൽ ആക്രമണമെന്ന് പിന്നെയും ഭീഷണി മുഴക്കി. അഥവാ ചർച്ചയ്ക്ക് വരണം എന്ന് ഇറാനെ ക്ഷണിക്കുമ്പോൾ തന്നെ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ആക്രമണമെന്നാണ്. യുദ്ധമാണ് പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒടുവിൽ അവിടെ യുദ്ധവും തുടങ്ങി.